Hello friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെക്കിന് താഴെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എംബ്രോയിഡറി ഡിസൈനുമായിട്ടാണ്. ആങ്കർ ത്രെഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. 3 കളറുള്ള ആങ്കർ ത്രെഡാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ക്ലോത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഡിസൈനിനെ നമുക്കൊന്ന് വരച്ചെടുക്കണം. ഇതിൽ സ്റ്റമ്മും ലീഫും മാത്രമാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 3 കളറിലുള്ള ത്രെഡാണ് വേണ്ടത്. പിന്നെ ഒരു മീഡിയം സൈസ് നീഡിലുമാണ് വേണ്ടത്. ഇനി ആദ്യം തന്നെ നമ്മൾ സ്റ്റമ്മാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഈ സ്റ്റമ്മ് ബാക്ക് സ്റ്റിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ കളറിലുള്ള ഒരു ഗ്രീൻ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്റ്റമ്മ് ബാക്ക് സ്റ്റിച്ചിട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റെമ്മും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കാണുന്ന ഈ ലീവ്സ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ഫിഷ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ലീവ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 വിരലിലായിട്ട് നമുക്ക് ആദ്യം ഈ ത്രെഡിനെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഗ്രീൻ കളറുള്ള ത്രെഡ് കൊണ്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്കിത് ഗ്രീൻ കളറുള്ള ത്രെഡ് കൊണ്ട് തന്നെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ താഴെ ഭാഗത്ത് ആ പിങ്ക് ഷെയ്ഡ് കാണാത്ത രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ത്രെഡിൻ്റെ മുകൾ ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നീഡിൽ കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഓരോ ത്രെഡും സെപ്പറേറ്റ് ആയി കിട്ടും. 6 സ്ട്രാൻഡ്സ് വരുന്നതാണല്ലോ ഇതിലൊരു ത്രെഡ് എന്ന് പറയുന്നത്. അതെല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടും. അപ്പോഴാണ് ഈ ഫ്ലവർ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റെമ്മിലും നമുക്ക് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ എല്ലാ ഫ്ലവേഴ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ മറ്റേ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെയും ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ മൊട്ടുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ ലീവ്സ് കൊടുക്കണം. ഇവിടെ ലേസി ഡേയ്സി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ സ്റ്റമ്മിലും ഇതുപോലെ ലേസി ഡേയ്സി സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ലീവ്സും കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ എല്ലാ ഇടയിലായിട്ട് നമുക്ക് ഈ ബഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കും ഈ ഒരു പിങ്ക് ഷെയ്ഡ് ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഈ മൊട്ട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബുള്ളിയൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഇപ്പോൾ കംപ്ലീറ്റ് ബഡ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ മുട്ടിൻ്റെയും താഴെയായിട്ട് നമുക്ക് നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള ഗ്രീൻ കളർ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് കൊണ്ട് ലേസി ഡേയ്സി സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഈ ബഡ്സിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മുട്ടിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്